ഹായ് എവ്രി വൺ. റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുമായി റിലേറ്റഡ് ആയിട്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓൾറെഡി ഓവർവ്യൂ അല്ലേ, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിക്ക് ഏത് റേഡിയേഷനാണ് ആവശ്യം? യെസ്, മൈക്രോവേവ് റേഡിയേഷനാണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എസെൻഷ്യൽ കണ്ടീഷൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നു. ഈ രണ്ട് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള 3 കാര്യങ്ങൾ: സെലക്ഷൻ റൂൾസ്, അതേപോലെ ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ ആൻഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ, ഇനി ഇമ്പാക്ട് ഓഫ് ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോട്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സെലക്ഷൻ റൂൾസ് ആണ് അല്ലേ. സെലക്ഷൻ റൂളും ബോർ ഫ്രീക്വൻസി കണ്ടീഷനും. അപ്പോൾ സെലക്ഷൻ റൂളിനെ പറ്റി പറയുകയാണെങ്കിൽ യെസ് നോക്കിക്കോളൂ, നമുക്ക് എന്തുണ്ടാവും? റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാകും. വിൽ ഹാവ് വാട്ട്? റൊട്ടേഷണൽ ക്വാണ്ടം നമ്പേഴ്സ്. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? യെസ്, വിൽ റെപ്രസെൻറ്റ് ബൈ വാട്ട്? യെസ്, ജെ. നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ യെസ് റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എനർജി ലെവൽസ്. ഓക്കെ, യെസ്, ഇങ്ങനെ നമുക്ക് സിംപ്ലി ഇങ്ങനെ നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. എന്നിട്ട് നമ്മൾ പറയും ഇതാണ് നമ്മുടെ റൊട്ടേഷണൽ എനർജി ലെവൽസ്. ഇവിടെ എന്താ പറയുക? റൊട്ടേഷണൽ എനർജി ലെവൽസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ജെ ഇസ് ഈക്വൽ ടു 0, ജെ ഇസ് ഈക്വൽ ടു 1, ജെ ഇസ് ഈക്വൽ ടു 2, ജെ ഇസ് ഈക്വൽ ടു 3, ജെ ഇസ് ഈക്വൽ ടു 4. ഓക്കെ, ആൻഡ് ഇവിടെ ട്രാൻസിഷൻ നടക്കണമല്ലോ. അതായത് ഒരു മോളിക്യൂളിൽ എന്ത് വരുന്നു? യെസ്, മൈക്രോവേവ്. ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു മൈക്രോവേവ് റേഡിയേഷൻ അല്ലേ. യെസ്, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ മൈക്രോവേവ് റേഡിയേഷൻ ആണ് നമുക്ക് ആവശ്യം. ഇവിടെ വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രാൻസിഷൻ നടക്കും അല്ലേ. എങ്ങനെ ട്രാൻസിഷൻ നടക്കും? ആ റൂൾ നമുക്കറിയണം. ഡെൽറ്റ ജെ അല്ലേ. ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു +or-1. അല്ലാതെ ഇവിടെ നിന്ന് എന്ത് നടക്കത്തില്ല? ട്രാൻസിഷൻ 2വിലേക്ക് നടക്കത്തില്ല. ഇങ്ങോട്ടേ നടക്കൂ. യെസ്, ഇത് പോസിബിൾ ആണോ? അല്ല. ഇവിടെ എന്തായിരിക്കും? യെസ്, +or-1 മാത്രമേ നടക്കത്തുള്ളൂ. 2വിൽ നിന്ന് 3യിലേക്ക് പോകാൻ പറ്റുമോ? പറ്റും. എന്താണ്? +1 ആണല്ലേ. യെസ്, അപ്പോൾ അഡ്ജസൻറ്റ് ലെവലിലാണ്. ഓക്കെ, അഡ്ജസൻറ്റ് എനർജി ലെവൽസിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത് എന്നുള്ളത് യെസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇങ്ങനെ ചോദിക്കും, ദ സെലക്ഷൻ റൂൾ ഫോർ റൊട്ടേഷണൽ ട്രാൻസിഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു യെസ് +or-1. ഓക്കെ, യെസ്. വാട്ട് ഈസ് ജെ? ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. ജെ ഈസ് ആക്ച്വലി റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഇങ്ങനെ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഒക്കെ ആവശ്യമുണ്ട് അല്ലേ. യെസ്, ആ കാര്യത്തിനെ പറ്റി പറയുന്നതാണ് യെസ് നമ്മുടെ ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട്? ഇവിടെ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് ഓഫ് മോളിക്കുലർ റൊട്ടേഷൻ ആൻഡ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താ ഈ പറയുന്നത്? ഒന്നുമില്ലടാ, സിമ്പിളായിട്ട് ഈ ട്രാൻസിഷൻ്റെ എനർജിയെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലെവൽസ് ഒക്കെ എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ, ഈ ലെവൽസ് ഒക്കെ എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു ടേം യൂസ് ചെയ്തിരിക്കുന്നത്, ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ പറഞ്ഞതുപോലെ എനർജി ലെവൽസിനെ പറ്റിയും ഇവിടെ നോക്കിക്കോളെ, എനർജി ലെവൽസിനെ പറ്റിയും ഡീൽസ് വിത്ത് എനർജി ലെവൽസ് ആൻഡ് വോട്ട് എനർജി ഡിഫറൻസ് ഇൻ എനർജിയെ പറ്റിയുമാണ് എന്ത് പറയുന്നത് ആക്ച്വലി? യെസ്, നമ്മുടെ ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ സംസാരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഈ ലെവൽസിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നേരത്തെ വരച്ചതുപോലെ തന്നെ യെസ് 1-2 ലെവൽ നമുക്ക് വരച്ചിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജെ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് യെസ് ലെവൽസ് ഉണ്ട് അല്ലേ. യെസ്, J1, J2, J3 എന്നൊക്കെ പറഞ്ഞിട്ട് ലെവൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എനർജി ഉണ്ടാവും അല്ലേ. ആൻഡ് ആ കറസ്പോണ്ടിങ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ജെത്ത് ക്വാണ്ടം നമ്പറിൽ ഇ ജെ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ബി ജെ ഇൻറ്റു J+1 എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്. ആൻഡ് വാട്ട് ഈസ് ജെ? ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. 0, 1, 2, 3 എന്നൊക്കെ
പറഞ്ഞുകൊണ്ട് അത് നമുക്ക് അറിയാം. സോ ദർ ഈസ് another term, റൈറ്റ്? വാട്ട് ഈസ് ബി എന്ന് പറയുന്ന ഒരാളുണ്ട്. യെസ്, ബി എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദാറ്റ് കോൾഡ്? യെസ്, ബീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന്. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആൻഡ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് മക്കളെ. ബി ഇസ് ഈക്വൽ ടു എച്ച് ബൈ 8π² IC എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, മിക്കവാറും നിങ്ങൾക്ക് തരുന്നത് എന്തായിരിക്കും? യെസ്, വേറെ യൂണിറ്റിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ജൂളിലും സെക്കൻഡ് ഇൻവേഴ്സിലും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ മിക്കവാറും ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും? സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും ബിയുടെ യൂണിറ്റ് തന്നിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ എച്ച് ബൈ 8π² IC എന്ന് പറയുന്ന യൂണിറ്റ്, ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യണം. ആൻഡ് വാട്ട് ഇസ് എച്ച്? എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാല്യൂ എന്താണ്? 6.626 ഇൻറ്റു 10⁻⁻34. സി എന്താണ്? യെസ്, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അതും വിഷയമില്ല. ആൻഡ് നൗ വാട്ട് ഇസ് ഐ? ഐ ഈസ് കോൾഡ് വാട്ട്? മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഐ ഈസ് കോൾഡ് വാട്ട്? മൊമെന്റ് ഓഫ് ഇനേഷ്യ. Okay, and I is defined like this. I is equal to mu r square. Okay, and what is mu? Is called reduced mass. അല്ലേ? What is it called? Reduced mass. Expression ഞാൻ എഴുതി തരാം. Okay, and what is r? ഇവിടെ ഒരു r കാണാൻ പറ്റും അല്ലേ? യെസ്, എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ആറ്റം. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ആറ്റംസ്. ഓക്കെ, അപ്പോൾ മ്യൂന് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? മ്യൂ ഇസ് ഈക്വൽ ടു റിഡ്യൂസ്ഡ് മാസ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നുള്ള രീതിയിൽ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് മ്യൂവിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഒക്കെ നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ മാസ് എന്തായിരിക്കും? യെസ്, AMU ഇൻറ്റു AMU ബൈ എന്ത് വരും? AMU. ഓക്കെ, ഇനി കിലോഗ്രാമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആയിരിക്കും 1 AMU എന്ന് പറയുന്നത്. ഇൻ്റർ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണ്? ബി, റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് ഈസ് ഗിവൺ ബൈ എച്ച് ബൈ 8π² IC. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂളിലും സെക്കൻഡിലും ഒക്കെ എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് നോക്കാം. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സെക്കൻഡ് ഇൻവേഴ്സിൻ്റെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്തായിരുന്നു? എച്ച് ബൈ 8π² IC എന്നുള്ള രീതിയാണ്. ഓക്കെ, ദിസ് ഈസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി നോക്കിക്കോളൂ, ജൂളിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഇതാ എച്ച് ബൈ 8π² I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെക്കൻഡ് ഇൻവേഴ്സിലായിരിക്കും ഇയാളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മതി? യെസ്, സി ഇല്ല, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ജൂളിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൺ ആസ് വോട്ട്? h² ബൈ 8π² I ജൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്നാലും നിങ്ങളോട് മിക്കവാറും ചോദ്യങ്ങളിൽ യെസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും തരിക. അപ്പോൾ നമ്മൾ ഇപ്പോഴും സംസാരിച്ചത് എന്താണ്? റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അല്ലേ? ബി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 8π² IC. ഓക്കെ, ആൻഡ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എനർജിയും കണ്ടുപിടിക്കാൻ പറ്റും ഓരോ ക്വാണ്ടൈസ്ഡ് ലെവലിലും അല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കി നിങ്ങൾ. യെസ്, ജെ ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇ ജെ ഇസ് ഈക്വൽ ടു ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ് അല്ലേ? യെസ്, അപ്പോൾ ഇതെന്തായിരിക്കും ഇവിടെ? ഇതിൻ്റെ എനർജി എന്തായിരിക്കും? E0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. E1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, 1 + 1 എന്തായിരിക്കും? 2. അപ്പോൾ ഇതെന്തായിരിക്കും? 2B. ഓക്കെ, E2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, 2 + 1 എന്തായിരിക്കും? 3. അല്ലെങ്കിൽ ഇവിടെ എഴുതാം B ഇൻറ്റു 2 ഇൻറ്റു 3 എന്തായിരിക്കും? 6B എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഈ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, B ഇൻറ്റു പറഞ്ഞോ 3 ഇൻറ്റു 4. ഓക്കെ, യെസ്, അപ്പോൾ എന്തായിരിക്കും? 12B. ഓക്കെ, ഇനി E4 എന്തായിരിക്കും? B ഇൻറ്റു 4 ഇൻറ്റു 4 + 1 എന്തായിരിക്കും? യെസ്, 5. 20B എന്നുള്ള രീതിയിൽ കറസ്പോണ്ടിങ് എനർജീസും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്, ഇതെന്തായിരിക്കും? 0, 2B, 6B, 12B, 20B. ഓക്കെ, യെസ്. ഇനി വേറൊരു കാര്യം എന്നുള്ളത് ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? ഇവിടെ നോക്കിക്കോളെ, വേറൊരു കാര്യം ഇത് പറയാൻ വിട്ടുപോയി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? h² ബൈ 8π² IC. സോറി ഫോർ ദിസ്. ഓക്കെ, IC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, എച്ച് ആയിരിക്കും അല്ലേ? യെസ്,
ആൻഡ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതാ ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്തിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മ്യൂ, റെഡ്യൂസ്ഡ് മാസ്. അപ്പോൾ മാസ് കൂടുമ്പോൾ ബി എന്താവും? കുറയും. അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ച് വെക്കുക. റെഡ്യൂസ്ഡ് മാസ് ഡിക്രീസസ്, ബി റൊട്ടേഷണൽ കോൺസ്റ്റന്റ് എന്താവും? ഇൻക്രീസസ്. ഓക്കെ, ഇതുമായി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ഉണ്ട്, കാണും. അപ്പോൾ നോക്കിക്കോ, ഇപ്പം തന്നെ കാണാൻ പറ്റും. നോക്കിക്കോളൂ, റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി ഈസ് റിലേറ്റഡ് ടു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ബൈ എന്തായിരിക്കും? ഇതാ പലതരത്തിലുള്ള യൂണിറ്റ് ഉണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. നോക്കുക, h/8π² IC. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ ഈസ് കാൽക്കുലേറ്റഡ് ആസ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? I is equal to μr² ആണ്. mr² അല്ലേ? എന്താണ്? μr² ആണ്. what is mu? mu is what? reduced mass. mu is reduced mass ആണ്. യെസ്, അപ്പം mu എന്തായിരിക്കും? mu is equal to m1 m2 by m1 plus m2 ആണ്. alright, യെസ്. ഇനി ഫോർത്ത് വൺ, ദ ഡീജനറസി ഓഫ് റൊട്ടേഷണൽ ലെവൽ ചോദിക്കാം. ഓക്കെ, ജെ ഇസ് ഈക്വൽ ടു 0-ൽ ഇതിൻ്റെ ഡീജനറസി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഡീജനറസി കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കണം. ഡീജനറസി എങ്ങനെ കണ്ടുപിടിക്കുക? ഇസ് ഈക്വൽ ടു 2j+1 ആണ്. ഇത്രയാണ് മക്കളെ ഉള്ളത്. അപ്പോൾ ചോദിക്കും റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ 2-ൽ ഇതിൻ്റെ ഡീജനറസി എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2j+1 ചെയ്താൽ മതി. എന്തായിരിക്കും? 2 × 2 + 1 എത്രയായിരിക്കും? 5 ആയിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്താണ്? സിംപ്ലി ഡീജനറസി എന്ന് പറഞ്ഞാൽ 2j+1 ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ബോണ്ട് ലെങ്ത് ഓൺ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് ബി? ഓക്കെ, യെസ്, ബോണ്ട് ലെങ്ത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ബി ഈസ് ഈക്വൽ ടു h/8π² IC ആണല്ലോ. യെസ്, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് മീൻസ് ബി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ, ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? μr² അല്ലേ? യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? യെസ്, ബോണ്ട് ലെങ്ത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻക്രീസിങ് ബോണ്ട് ലെങ്ത്. അപ്പോൾ ബി എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും അല്ലേ? യെസ്, ബി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് റേഡിയസ്. അത് അപ്പോൾ യെസ്, വെൻ r increases, rotational constant b എന്തായിരിക്കും? decreases. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ ബി decreases. നെക്സ്റ്റ് വൺ, which the following molecule has lowest rotational constant എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മോളിക്യൂൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യെസ്, ലോവസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന കാര്യം എന്താണ്? h/8π² IC. ഓക്കെ, അപ്പോൾ ആരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്? എച്ച് കോൺസ്റ്റൻ്റ് ആണ്, 8πc ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ആര് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ? യെസ്, ഐ മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. അപ്പോൾ ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഐയെ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, μr² എന്ന് എഴുതാം. അപ്പോൾ സ്ക്വയർ ടേംസിൽ ആരുണ്ട് മക്കളെ? യെസ്, റേഡിയസ് ഉണ്ട് അല്ലേ? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, ബോണ്ട് ലെങ്ത് ഉണ്ട് അല്ലേ? യെസ്, ബോണ്ട് ലെങ്ത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നതിൽ ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കായിരിക്കും? യെസ്, ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? CL-നായിരിക്കും. CL ബോണ്ട് ലെങ്ത് എന്താണ്? വളരെ കൂടുതലാണ് അല്ലേ? അതേപോലെ തന്നെ റെഡ്യൂസ്ഡ് മാസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. യെസ്, CL-ൻ്റെ മാസ് എത്രയാണ്? 35.5. ഓഫ് കോഴ്സ് ഈ μr² CL2-ൻ്റെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. CL2 കൂടുതലാണെങ്കിൽ μr² ഓഫ് CL2 എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷണൽ കോൺസ്റ്റന്റ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. അപ്പോൾ ലോവസ്റ്റ് ആർക്കായിരിക്കും? യെസ്, ഓപ്ഷൻ സി, CL2-ന് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലേ? എല്ലാം എന്താണ്? ഒരൊറ്റ ഇക്വേഷനിൽ നിന്നാണ്. ബി ഇസ് ഈക്വൽ ടു h/8π² IC. ഇവിടെ നിന്നാണ് തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ഇനി നോക്കിക്കോളെ, എനർജി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? അപ്പോൾ എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ റൊട്ടേഷണൽ ലെവൽസ് എന്ന് പറയുന്നത് അല്ലേ? വിച്ച് ഇസ് ജെ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എന്നിങ്ങനെ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എനർജി എന്തായിരിക്കും? ഇ ജെ ഇസ് ഈക്വൽ ടു ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ പ്രകാരം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? BJ × J+1. അപ്പോൾ
ഈ 0 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പറഞ്ഞോ. 1 ഇൻറ്റു 2 2b ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ? ഈ 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇടാ? പറഞ്ഞേ. 2 ഇൻറ്റു 3 എന്തായിരിക്കും? 6b ആയിരിക്കും. ആൻഡ് ഈ 3 എന്ന് പറയുമ്പോൾ 12b ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എനർജി ഗ്യാപ്പാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി ഗ്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നുള്ള ഗ്യാപ്പ് ആയിരിക്കും അല്ലേ? യെസ്, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഗ്യാപ്പ്. അപ്പോൾ ഇതെന്തായിരിക്കും? 2b ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി 1ൽ നിന്ന് 2ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ എനർജി ഗ്യാപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? യെസ്, 4b ആയിരിക്കും. ഇനി 2ൽ നിന്ന് 3ലേക്കാണ് നടക്കുന്നതെങ്കിൽ യെസ്, ട്രാൻസിഷൻ്റെ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? 6b ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേറൊരു ഫോർമുല കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് ഇസ് ഈക്വൽ ടു, അതായത് ഡെൽറ്റ ഇ. ഓക്കെ, അതായത് ഡെൽറ്റ ഇ ജെ ടു ജെ പ്ലസ് 1 ആണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി മക്കളെ, 2b ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ, ജെയിൽ നിന്ന് ജെ പ്ലസ് 1ലേക്ക് പോകുമ്പോൾ എനർജി ഗ്യാപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? 2b ഇൻറ്റു ജെ പ്ലസ് 1. അതായത് പറഞ്ഞുതരാം. ഇതാ ഡെൽറ്റ ഇ ഓഫ് 0 ടു 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ജെ പ്ലസ് 1 ഇവിടെ നോക്കിയേ, ഈ ജെ പ്ലസ് 1 ആണ് ഇവിടെ ഉള്ളത് അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ലെവൽ നോക്കിയാൽ മതി. അപ്പോൾ നോക്കി, ഡെൽറ്റ ഇ 0 ടു 1ലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? 2b ഇൻറ്റു 1 എന്തായിരിക്കും? 2b. അത് തന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്, 2b. ഓക്കെ, അതേപോലെ ഡെൽറ്റ ഇ 1 ടു 2. ഓക്കെ, അപ്പോൾ ജെ പ്ലസ് 1ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ 2b ഇൻറ്റു 2 എത്രയാണ്? 4b. അത് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്, 1 ടു 2ൽ 4b. യെസ്. ഇനി ഡെൽറ്റ ഇ 2 ടു 3. ഓക്കെ, 2b ഇൻറ്റു ജെ പ്ലസ് 1 എത്രയാ? 3, വിച്ച് ഇസ് 6b. ഓക്കെ, യെസ്. അപ്പോൾ 6b. അപ്പോൾ ഈസി ആയിട്ട് ഈ ഒരു ഫോർമുല വെച്ചിട്ട് എനർജി ഗ്യാപ്പ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2b ഇൻറ്റു ജെ പ്ലസ് 1. ഒരു പ്രാവശ്യം കൂടെ എഴുതാം, 2b ഇൻറ്റു ജെ പ്ലസ് 1. ക്ലിയർ ആണല്ലോ? ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ നോക്കുകയെ, for a diatomic molecule AB, the energy for the rotational transition from J is equal to 0 to J is equal to 1. അപ്പോൾ എനർജിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് ഇവിടെയുള്ള ഈ ട്രാൻസിഷൻ്റെ എനർജി എന്ന് പറയുന്നത് എത്രയാണ് അല്ലേ? എങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഈ ട്രാൻസിഷൻ നടക്കുമ്പോൾ 0 ടു 1ലേക്ക് നടക്കുമ്പോൾ ഉള്ള എനർജി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇസ് 3.9 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതായത് ആ എനർജി വാല്യൂ എത്രയായിരുന്നു മക്കളെ? 2b അല്ലേ? യെസ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് 2b എന്ന് പറഞ്ഞാൽ എത്രയാ? 2b is equal to 3.9 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ എനർജി ഫോർ ദി റൊട്ടേഷണൽ ട്രാൻസിഷൻ ഫ്രം 3 to 4 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? 3 to 4ൽ, അതായത് 3 ഇവിടെ ഉണ്ട്, ജെ ഇസ് ഈക്വൽ ടു 4ലേക്ക് പോകുമ്പോൾ ഉള്ള റൊട്ടേഷണൽ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ എനർജി ഡിഫറൻസ് അല്ലേ? യെസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡെൽറ്റ ഇ ജെ ടു ജെ പ്ലസ് 1 ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ജസ്റ്റ് സിംപിളി എന്താ അപ്ലൈ ചെയ്താൽ മതി? 2b ഇൻറ്റു ജെ പ്ലസ് 1 അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെൽറ്റ ഇ 3 to 4 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? 2b ഇൻറ്റു 4 എന്ത് വരും? യെസ്, 8b. 2bയുടെ വാല്യൂ എന്താ? യെസ്, 3.9. അപ്പോൾ ഇവിടെ 3.9 കൊടുത്തോളൂ. 3.9 ഇൻറ്റു 4. ഓക്കെ, 3 ഇൻറ്റു 4 എന്തായിരിക്കും? 12 ആയിരിക്കും. അപ്പോൾ 12ന് മുകളിലുള്ള ഒരു വാല്യൂ എന്തായിരിക്കും ഇവിടെ? 15.6 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ എനർജി ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് അതും കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്. ഇനിയുള്ളതാണ് മക്കളെ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ടോപ്പിക്ക്, സ്പേസിങ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻസ്. ഓക്കെ, നോക്കണേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പേസിങ് ആണ് പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻസ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോളെ, ഇവിടെയുള്ള എനർജി ഒക്കെ ഞാനൊന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ്? ഇവിടെ 0 ഉണ്ട്, 2b 6b 12b. യെസ്, ഓക്കെ, ഈ 0 ഉണ്ട്, അതേപോലെ 2b ഉണ്ട്, 6b ഉണ്ട്, 12b ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 0 1 2 3 എന്നുള്ള രീതിയാണ്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് എനർജിയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടണം അല്ലേ? റൊട്ടേഷണൽ സ്പെക്ട്ര നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? റൊട്ടേഷണൽ ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുക അല്ലേ? സ്പേസിങ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അതായത് ബേസിക്കലി ഇങ്ങനെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക.
സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ദിസ് ഈസ് അവർ ഒറിജിൻ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര ലൈനൊക്കെ കിട്ടുക? ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് അല്ലേ? ട്രാൻസിഷൻ നടന്നാലല്ലേ ബിറ്റ്വീൻ എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റൊട്ടേഷണൽ ലൈൻസ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ മോളിക്യൂൾ ഇവിടെയുണ്ട്, നമ്മുടെ മൈക്രോവേവ് റേഡിയേഷൻ വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, മൈക്രോവേവ് റേഡിയേഷൻ വരുന്നു, ഇവിടെ ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യണം? അടുത്ത എനർജി ലെവലിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ എനർജി ഡിഫറൻസ് എത്രയാണ്? 2B. ഓക്കെ, 2Bയിലേക്ക് എത്തി. അപ്പോൾ ആദ്യത്തെ ലൈന് എവിടെ വരും? 2Bയിലേക്ക് വരും. 0 to 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ലൈൻ എന്തായിരിക്കും? ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2B. ഓക്കെ, ഇനി രണ്ടാമത്തത് എത്രയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മോളിക്യൂളിന് ഇപ്പോൾ ഓൾറെഡി എത്ര എനർജി ഉണ്ട്? ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഈ മോളിക്യൂളിന് ഓൾറെഡി എത്ര എനർജി ഉണ്ട്? 2B ഉണ്ട്. ഇനി ഇവർക്ക് എവിടെ വരണം? അടുത്ത ലൈന് കാണിക്കണമെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകണം അല്ലേ? ആ അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ അടുത്ത ലെവലിൻ്റെ എനർജി എത്രയാണ്? 6B. ഓൾറെഡി മോളിക്യൂളിന് എത്രയുണ്ട്? 2B. അടുത്ത ലെവലിൻ്റെ എത്രയാണ് എനർജി? 6B. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെത്രയായിരിക്കും? 4B അല്ലേ? ആ 4B എനർജി കിട്ടുമ്പോഴാണ് അടുത്ത ട്രാൻസിഷൻ നടക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കണേ. 1 to 2ലേക്ക് പോകണമെങ്കിൽ എത്ര എനർജി വേണം? 4B എനർജി നമുക്ക് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിലാണ് ട്രാൻസിഷൻ നടക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ലൈൻസ് കിട്ടുക. അപ്പോൾ അടുത്ത ലൈൻ എന്തായിരിക്കും ഇവിടെ? ഇതെന്തായിരിക്കും? ഇത് 2B ആണെങ്കിൽ ഇതെന്തായിരിക്കും? 4B ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ലൈൻ. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ ഓൾറെഡി എന്തുണ്ട്? മോളിക്യൂളിന് ഇപ്പോൾ എത്ര ഉണ്ട്? 6B എനർജി ഉണ്ട്. ഓക്കെ, സെക്കൻഡിൽ എത്രയുണ്ട്? 6B എനർജി. ഇവിടെ നോക്കിക്കോളെ, ഇവിടെ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് എഴുതി തരാം. 2B എന്ന് പറഞ്ഞാൽ എവിടെ എവിടത്തേക്കുള്ള ട്രാൻസിഷനാണ്? 0 to 1 ആണ്. 4B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും കൂടെ എഴുതിയേക്കാം, 1 to 2 ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, 2ൽ നിന്ന് 3ലേക്ക് പോകണമെങ്കിൽ ഓൾറെഡി മോളിക്യൂളിന് എത്ര എനർജി ഉണ്ട്? 6B. 12Bയിലേക്ക് പോകണം. അപ്പോൾ എന്തായിരിക്കും? ഇവിടെയുള്ള എനർജി അപ്പോൾ എന്തായിരിക്കും? 6B. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ് നമുക്ക് കിട്ടുക. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നമുക്ക് 6B എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് എവിടെ നിന്ന് എവിടത്തേക്കുള്ള ട്രാൻസിഷനാണ്? 2 to 3. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒറ്റ കാര്യമേ മനസ്സിലാക്കാനുള്ളൂ, സ്പേസിങ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത് സ്പേസിങ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നിങ്ങൾ പറഞ്ഞോ 6Bയും 4Bയും സ്പേസിങ് എത്രയാണ്? 2B ആണ് അല്ലേ? സ്പേസിങ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻ. ഇവിടെ നോക്കിയേ, ഇവിടെയും എന്താ മക്കളെ? 2B ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെയും എന്താണ്? 2B ആണ്. അതായത് സ്പേസിങ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻസ് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും 2B ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂടാ. സ്പേസിങ് ബിറ്റ്വീൻ റൊട്ടേഷണൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2B ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം ഒന്ന് നോക്കാം അല്ലേ? ഇൻ എ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ ദ സ്പേസിങ് ബിറ്റ്വീൻ സക്സസീവ് റൊട്ടേഷണൽ ലൈൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആൻഡ് ഈക്വൽ ടു വാട്ട്? 2B. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഇഫ് ദ സ്പേസിങ് ബിറ്റ്വീൻ J is equal to 0 to 1 transition, 1 to 2 transition in a rotational spectrum is measured to be 4 centimeter inverse. എന്ന് പറഞ്ഞാൽ മക്കളെ സ്പേസിങ് എത്രയാണ്? 2B ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെത്രയാ? 4 centimeter ഇൻവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ലൈന് എവിടെ നിന്ന് എവിടത്തേക്കാണ്? 2 to 3 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ന്യൂ ബാർ അല്ലേ? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ എന്തായിരുന്നു? 2B into J+1 ആണ് ചെയ്യേണ്ടത് അല്ലേ? 2Bയുടെ വാല്യൂ എത്ര കൊടുത്തിട്ടുണ്ട്? 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 to 3 ആണ്. J+1 എന്താണ്? 3. എന്ത് കിട്ടും? 12 centimeter ഇൻവേഴ്സ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇത് അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഡയറ്റോമിക് മോളിക്യൂൾ ഷോസ് എ റൊട്ടേഷണൽ ട്രാൻസിഷൻ അറ്റ് വാട്ട്? 10 centimeter ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ട്രാൻസിഷൻ? 4 to 5ലുള്ള ട്രാൻസിഷൻ. ഓക്കെ,
അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ഇസ് 2b ഇൻറ്റു ജെ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ജെ പ്ലസ് 1ൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്തായിരിക്കും? 2b ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു വോട്ട്? 10 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ബിയുടെ വാല്യൂ എന്താ? 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. യെസ്, എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി എന്താണ്? യെസ്, 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? യെസ്, ബോർ ഫ്രീക്വൻസി റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനർജി, സ്പേസിങ്, എനർജി ഗ്യാപ്പ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ സെലക്ഷൻ റൂൾ. ഇവിടെ നിന്ന് വെറൈറ്റി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.